കൊല്ലം ജില്ലയിലും വ്യാപകമായ നാശമുണ്ട്. വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണു. അഞ്ചൽ ഏരൂരിലെ വീടിന് മുകളിലേക്ക് മരം വീണു. തങ്കശ്ശേരിയിലെ റോഡിന് കുറുകെ ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുണ്ടറ ഇളമ്പള്ളൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിൽ മരം വീണിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന്. ലിജോ, കൊല്ലത്ത് എവിടെയൊക്കെയാണ് കാര്യമായ പ്രശ്നങ്ങളുള്ളത്? ഇപ്പോഴും ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? നിഷാദെ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായിട്ട് കൊല്ലം ജില്ലയിലെ വിവിധ മേഖലകളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തീരദേശ മേഖലയിലും മലയോര മേഖലയിലും നഗരമേഖലയിലും എല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു. വീണ്ടും അതായത് രാവിലെ കുറച്ച് സമയം മഴയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മഴയിൽ വ്യാപകമായി വൈദ്യുതി പോസ്റ്റുകൾ തകരുകയും ഒപ്പം മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. അതായത് അഞ്ചൽ ആലഞ്ചേരി പാണയത്താണ് കൂറ്റൻ തേക്കുമരം കടപുഴകി വീണത്. ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും തകർന്നു. ഒപ്പം ഗതാഗതം പുലർച്ചയോടുകൂടെ അത് ഭാഗികമായി തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് KSEB ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തി ആ മരം മുറിച്ച് മാറ്റിയതിലൂടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. മറ്റൊന്ന്, അഞ്ചൽ ഏരൂർ ഭാരതീപുരത്ത് വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. ആ കിട്ടക്കോണത്ത് ഒപ്പം തന്നെ ഈ മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏരൂർ ഭാഗത്ത് തന്നെ മറ്റൊരു അപകടമുണ്ടായത് ഏരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ടുള്ള രാജിയുടെ വീടിന് മുകളിലെ വീടിൽ തകർന്നിട്ടുണ്ട്. വീട്ടു സാധനങ്ങളൊക്കെ നശിക്കുകയും ചെയ്തു. പക്ഷേ ആളുകൾക്കൊന്നും അപകടമില്ലാത്ത എന്ന് പറയുന്നതാണ് ആശ്വാസകരമായിട്ടിരിക്കുന്ന ഒരു കാര്യം. കൊട്ടാരക്കരയിലും അപകടമുണ്ടായിരിക്കുകയാണ്. കൊട്ടാരക്കര വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ ആൽമരം കടപുഴകി വീണു. അവിടെ ഉണ്ടായിരുന്ന നാലമ്പലത്തിന് കേടുപാടുകൾ ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കുണ്ടറ കുറ്റിച്ചിറയിലും അപകടമുണ്ടായിട്ടുണ്ട്. കുറ്റിച്ചിറയിൽ റോഡ് ദേശീയപാതയുടെ വശത്ത് പാർക്ക് ചെയ്തിരുന്ന അതായത് പണിയൊക്കെ കഴിഞ്ഞ് അടുത്ത സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി പാർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയും അങ്ങനെ സ്കൂൾ ബസ്സിൻ്റെ മുൻവശം തകരുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരദേശ മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്കശ്ശേരിക്ക് സമീപത്ത് റോഡിന് കുറുകെ മരം വീണ് പോസ്റ്റ് ഉൾപ്പെടെ തകരുകയും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലയിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നൽകാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പള്ളിക്കലാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഐത്തിക്കരയാറിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളിക്കൽ ഇത്തരത്തിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സമീപത്ത് താമസിക്കുന്ന ആളുകൾ ആവശ്യമെങ്കിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടി തയ്യാറാകണമെന്നുള്ള നിലയിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലത്തും മഴ ശക്തമായി തന്നെ തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. മരങ്ങൾ വീഴുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു. ഒപ്പം ആളുകൾ ജാഗ്രത പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്നൊരു നിർദ്ദേശം നൽകുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മരങ്ങളുടെയും മറ്റും താഴ്ഭാഗത്ത് ചെന്ന് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകി. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായിട്ട് മറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം അതിനനുസരിച്ച്. ലിജോ റോളൻസ് ആണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പല ജില്ലകളിലും കാര്യമായ മഴ പെയ്യുകയും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും വീടുകൾക്ക് പരിക്കേൽക്കുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഒരിടത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന്. അപ്പം ഒരാളെ കാണാതായിരിക്കുന്നു വെള്ളം മറിഞ്ഞ്. അപ്പോൾ മൺസൂൺ ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് കേരളത്തിൽ പലയിടത്തായി ശുഭകരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരുടെ തത്സമയ അപ്ഡേറ്റുകളാണ് കണ്ടത്.